നമസ്കാരം, വെൽക്കം ടു ട്യൂട്ട്സ് ഓൺ. നമുക്കറിയാം ജൂൺ 1 ആയി. സോ CBSEയുടെയും സ്റ്റേറ്റിൻ്റെയും ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ട്യൂട്ട്സ് ഓണിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാത്സിൻ്റെ സിലബസ് ഒന്ന് നിങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ഞാൻ CBSE ക്ലാസ് 10ൻ്റെ മാത്സ് സിലബസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ആദ്യം വരുന്നത് അതിന് ഞാൻ 80 മാർക്സിനാണ് മാത്സ് എക്സാം. നമുക്കറിയാവുന്നതുപോലെ ബേസിക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. രണ്ട് ടൈപ്പ് മാത്തമാറ്റിക്സ് എക്സാംസ് ആണ് ഇവർക്ക് ഉള്ളത്. സോ രണ്ടിനും എക്സാംസിന് 80 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ 80 മാർക്സിൽ വരുമ്പം നമ്പർ സിസ്റ്റത്തിന് നമുക്ക് നമ്പർ സിസ്റ്റം എന്നുള്ള പാർട്ടിന് 6 മാർക്സ്, ഓൾജിബ്ര പാർട്ടിന് 20 മാർക്സ്, കോർഡിനേറ്റ് ജോമെട്രി 6 മാർക്സ്, ജോമെട്രി 15 മാർക്സ്, ട്രിഗണോമെട്രി 12 മാർക്സ്, മെൻസുറേഷൻ 10 മാർക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി 80 മാർക്സ്. സോ അതില് ഫസ്റ്റ് വരുന്ന നമ്പർ സിസ്റ്റത്തിന് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് LCM കണ്ടുപിടിക്കാനുണ്ടാവും, HCF കണ്ടുപിടിക്കാനുണ്ടാവും. സോ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് ഉണ്ട്. സോ പ്രൂഫ്സ് ഓഫ് ഇറാഷണാലിറ്റി, റൂട്ട് 2ന്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യണം, റൂട്ട് 3 ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യണം, റൂട്ട് 5 ഇങ്ങനെ, റൂട്ട് 7 ഇങ്ങനെയുള്ള ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓൾസോ 2 + √3 ദിസ് ഇസ് ഓൾസോ ആൻ ഇറാഷണൽ നമ്പർ, ഇതിന്റെ പ്രൂവ് ചെയ്യാൻ വരും. സോ ഇത് ഈസിയാണ് ഈ ചാപ്റ്റേഴ്സ്. സോ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ്, ഇതിലും കുറച്ച് തിയറംസ് ഒക്കെ പ്രൂവ് ചെയ്യാനുണ്ട്. ജസ്റ്റ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്, ഇങ്ങനെയുള്ള ഇതാണ്. സോ അടുത്ത് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഓൾജിബ്ര പാർട്ടിൽ 4 ചാപ്റ്റേഴ്സ് വരും. പോളിനോമിയൽസ് വരും, pairs of linear equations in two variables വരും. സോ അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വരും. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പോളിനോമിയൽസിൽ നമ്മൾ 9th പഠിച്ചതിന്റെ ജസ്റ്റ് കുറച്ച് കണ്ടിന്യൂഷൻ ആണ്. അതേപോലെ തന്നെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് 9th പഠിച്ചു. സോ ഇപ്പം നമുക്ക് പെയർ കൂടെ പഠിക്കണം, അതായത് 2 ഇക്വേഷൻസ് വരുന്ന അതിന്റെ പഠിക്കാനുണ്ട്. സോ ഇതില് പോളിനോമിയൽസിൽ സീറോസും കോഎഫിഷ്യന്റും വെരിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗോരിതം, ലോങ് ഡിവിഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത് വരുന്നത് പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അതിന്റെ കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ളത് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഓൾജിബ്രിക് കണ്ടീഷൻ ഫോർ നമ്പർ ഓഫ് സൊല്യൂഷൻ, എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്നതിന്റെ ഓൾജിബ്രിക് കണ്ടീഷൻസ്. അതുപോലെ തന്നെ നമുക്ക് 4 മെത്തേഡ് പഠിക്കാനുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ് ആൻഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. പിന്നെ ഇത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ആണ് ഈ ചാപ്റ്റേഴ്സിൽ വരുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇത് ചെയ്യാൻ. സോ നെക്സ്റ്റ് വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. ax² + bx + c = 0. സോ അതും അതിന്റെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് 3 മെത്തേഡ്സ് ഉണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡ്, ക്വാഡ്രാറ്റിക് ഫോർമുല, പിന്നെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. അത് ബേസിക് മാത്സ് എടുക്കുന്നവർക്ക് അത് പഠിക്കേണ്ടത് ആവശ്യമില്ല. നെക്സ്റ്റ് ഇതിന്റെ ഡിസ്ക്രിമിനന്റിന്റെയും നേച്ചർ ഓഫ് റൂട്ട്സിന്റെയും റിലേഷൻ ഉണ്ട്. പിന്നെ സിറ്റുവേഷണൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അടുത്ത് വരുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, പുതിയൊരു കൺസെപ്റ്റ് ആണ്. നമ്മൾ 9th വരെ പഠിക്കാത്തൊരു സംഭവമാണ്, എളുപ്പമാണ്. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നത് പോലെ AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 നമുക്കറിയാം ഇത് ഈവൻ നമ്പേഴ്സ് ആണ്. അതുപോലെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, കാരണം 2 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോവാണ്. വേറൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3, 7, 11, 15 ഇങ്ങനെ പോകുന്നു. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ 4 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. സോ ഇങ്ങനെയുള്ള സീരീസിനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ നമുക്ക് സം ഉണ്ടാവും, ഇതിലെ എത്ര ടേംസ് ഉണ്ട് അത് കണ്ടുപിടിക്കാനുണ്ടാവും. അങ്ങനെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഈ APയിൽ നമുക്ക് ചെയ്യേണ്ടത്. ഈസി ചാപ്റ്റർ ആണ്. സോ ഈ ഓൾജിബ്ര എല്ലാം കൂടെ ചേർത്ത് 20 മാർക്സിനാണ് വരുന്നത്. ഇനി കോർഡിനേറ്റ് ജോമെട്രിയിൽ ലൈൻസിന്റെ കൺസെപ്റ്റ് വരുന്ന ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അതില് ഗ്രാഫ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്, ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, ഏരിയ ഓഫ് ട്രയാങ്കിൾ, പിന്നെ ഒരു മിഡ് പോയിന്റ് ഫോർമുല ഉണ്ടാവും.
മിഡ് പോയിന്റ് ഫോർമുല ഉണ്ടാവും. സോ ഇതാണ് ഈസി ചാപ്റ്റർ ആണ്. സോ അടുത്ത് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ജോമെട്രി ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ട്രയാങ്കിൾസിൽ നമുക്ക് ഈ പ്രൂവ് വന്ന് കിടക്കുന്നത് നമുക്ക് അതിന്റെ പ്രൂഫ് പഠിക്കേണ്ട ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ടാവും, ഇതും പഠിക്കാനുണ്ടാവും. ദിസ് ഇസ് BPT, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇത് കോൺവേഴ്സ് BPT. പിന്നെ ഏരിയാസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്, പിന്നെ പൈതഗോറസ് തിയറം, കോൺവേഴ്സ് അതിന്റെ. സോ ഇത്രയും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമുക്ക് ട്രയാങ്കിൾസ് പഠിക്കാനുള്ള ഒരു വലിയ ചാപ്റ്റർ ആണ്. ഈസി ചാപ്റ്റർ ആണ്. അതിൽ തന്നെ സർക്കിൾസ് ഉണ്ട്. സർക്കിൾസ്, കൺസ്ട്രക്ഷൻസ്, ഇത് രണ്ട് റിലേറ്റഡ് ചാപ്റ്റർ ആണ്. സർക്കിൾസിൽ 2 പ്രൂഫ് പഠിക്കാനുണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻസിൽ നമുക്ക് ടാൻജന്റ് കൺസ്ട്രക്ഷൻ വരും, ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻസും വരും, സിമിലർ ട്രയാങ്കിൾസിന്റെ കൺസ്ട്രക്ഷൻസും വരും. സോ അടുത്ത പാർട്ട് ട്രിഗ്നോമെട്രി, പുതിയൊരു കൺസെപ്റ്റ് ആണ് ട്രിഗ്നോമെട്രി. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി ഒരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ നമ്മൾ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ വാല്യൂസ് പഠിക്കണം, അതിന്റെ റിലേഷൻ ബിറ്റ്വീൻ ദ റേഷ്യോ പഠിക്കണം. പിന്നെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്, 3 ഐഡന്റിറ്റീസ് ഉണ്ട്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ആംഗിൾ ഓഫ് എലിവേഷൻസ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻസ്. നെക്സ്റ്റ് മെൻസുറേഷനിൽ വരുന്നത് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്. നമ്മുടെ സെക്ടർ വരും, സെഗ്മെന്റ് വരും. സെഗ്മെന്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതിന്റെ ഏരിയാസ് ഓഫ് പെരിമീറ്റർ, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഫിഗേഴ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ നെക്സ്റ്റ് സർഫസ് ഏരിയ ആൻഡ് വോളിയം. സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിൽ ക്യൂബ്സ്, ക്യൂബോയിഡ്, സ്പിയേഴ്സ്, ഹെമിസ്ഫിയർ, സിലിണ്ടർ, കോൺ. ഇതിൽ നമ്മൾ ഇത് ഇത്രയും നമ്മൾ 9th പഠിച്ചു. ഇനി പുതിയതായിട്ട് പഠിക്കുന്നത് ഫ്രസ്റ്റം മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത്. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും, മിക്സഡ് പ്രോബ്ലംസും, ഇതിന്റെ കോമ്പിനേഷനും, പിന്നെ കൺവേർഷനും, ഇങ്ങനെയുള്ള ഇതെല്ലാം പഠിക്കുന്നത് ഈ ചാപ്റ്ററിലാണ്, സർഫസ് ഏരിയ ആൻഡ് വോളിയം. സോ ലാസ്റ്റ് പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. വളരെ ഈസി ചാപ്റ്റർ ആണ്. മീൻ, മീഡിയൻ, മോഡ്, ഇതെല്ലാം ഗ്രൂപ്പ്ഡ് ഡേറ്റാസിന്റെ ആണ് പഠിക്കേണ്ടത്. അൺഗ്രൂപ്പ്ഡ് ഡേറ്റാസിന്റെ നമ്മൾ 9th പഠിച്ചു. പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഗ്രാഫും കൂടെ പഠിക്കണം. ഒജീവ് ഗ്രാഫും നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. പിന്നെ പ്രോബബിലിറ്റി, സിമ്പിൾ പ്രോബബിലിറ്റി ആണ്, വളരെ കൺഫ്യൂസിംഗ് ഒന്നുമല്ല, വളരെ എളുപ്പമുള്ള പ്രോബബിലിറ്റി ആണ്. ഇത് 10 പീരീഡ് ഒന്നും ആവശ്യമില്ല, ഒരു ചാപ്റ്റർ ഒരു പീരീഡ് കൊണ്ട് തന്നെ തീർക്കാന്നുള്ളൊരു ചാപ്റ്റർ ആണ്. സോ ഇത്രയാണ് നിങ്ങളുടെ 10th പഠിക്കാൻ ഉള്ള ഇത്. സോ അതങ്ങനെ എല്ലാം കൂടെ നമ്മുടെ മാർക്ക് ലിസ്റ്റും ഇതെല്ലാം കൂടെ മാർക്കും ചേർത്ത് ഇത്രയും പറയുന്നുണ്ട്. സോ ഈസി ആയിട്ട് ഇപ്പോഴേ തന്നെ നമ്മളൊരു ലക്ഷ്യം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഓരോ ടൈം പീരീഡിനനുസരിച്ച് ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാൽ 10th CBSE മാത്സ് വളരെ വളരെ ഈസിയാണ്. 80 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ടൈം ബൈ ടൈം നിങ്ങൾ പഠിച്ചു പോകുക, എല്ലാം കൂടെ അവസാനത്തേക്ക് മാറ്റി വെക്കാതെ. ഓരോ ചാപ്റ്ററും സ്കൂളിൽ ഇപ്പം നിങ്ങളെല്ലാം വിചാരിക്കും ഓൺലൈൻ ക്ലാസ് അല്ലേ, സ്കൂൾ തുറന്നിട്ട് പഠിത്തം തുടങ്ങാം എന്ന് വിചാരിച്ച് ആരും ഇരിക്കണ്ട. ഇപ്പോഴേ ഓൺലൈൻ ക്ലാസ് സ്കൂളിൽ അതിൻ്റെ ഒപ്പം തന്നെ ഇത് പഠിച്ചു പോവുക. പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു നല്ല